പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഔസേപ്പിതാവിനോട് ചേർന്ന് നമ്മൾ നമ്മുടെ കുടുംബത്തെ ധ്യാനിക്കുകയാണ്. പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതുന്ന 1-ാം ലേഖനം 14:1 മനോഹരമായൊരു വചനമുണ്ട്. സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. പ്രിയപ്പെട്ടവരെ, ഒരു കാലഘട്ടത്തിൽ സഭ എന്താ പഠിപ്പിച്ചത്? സഭ പഠിപ്പിച്ചത് വിവാഹമെന്ന കൂദാശയുടെ അടിസ്ഥാനവും പ്രധാനവുമായ ലക്ഷ്യം യേശുവിൻ്റെ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുക. ഇറ്റ് ഈസ് പ്രൊക്രിയേഷൻ. ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുന്നു. ഇതാണ് ലക്ഷ്യം. ഇതാണ് സഭ പഠിപ്പിച്ചത്. എന്നാൽ പിന്നീട് സഭ പറഞ്ഞത് എന്താ? അതല്ല ലക്ഷ്യം. വിവാഹത്തിൻ്റെ പ്രധാനവും പ്രഥമവുമായ ലക്ഷ്യം കൊഞ്ചുഗൽ ലവ് അഥവാ ദാമ്പത്യ സ്നേഹം. ദാമ്പത്യ സ്നേഹമാണ് വിവാഹത്തിൻ്റെ ലക്ഷ്യം. സ്നേഹമാണ് ലക്ഷ്യം. രണ്ടാമത്തേത്, അതിൽ നിന്നാണ് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുക എന്ന രണ്ടാമത്തെ ലക്ഷ്യം വരുന്നത്. അടിസ്ഥാനവും പരമപ്രധാനവുമായ ലക്ഷ്യം ദാമ്പത്യ സ്നേഹമാണ്. എന്ന് വെച്ചാൽ ആ സ്നേഹത്തിൽ നിന്ന് ദൈവം നൽകിയ കൽപ്പനയാണ് മക്കളെ ജനിപ്പിക്കുക. എന്ന് വെച്ചാൽ മക്കൾ ഇല്ല എങ്കിലും ദാമ്പത്യ ജീവിതത്തിന് അർത്ഥമുണ്ട്, രക്ഷാകര പദ്ധതിയുണ്ട്. ഇത് മനസ്സിലാക്കുക. ദാമ്പത്യ ജീവിതത്തിൻ്റെ സ്നേഹത്തിൻ്റെ മേലാണ് മക്കൾ എന്ന ആശീർവാദം ദൈവം തരുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം മനുഷ്യനെ പൂർണ്ണനാക്കുന്നത് അവൻ്റെ ഭാര്യയോട് ചേർന്നാണ്. ജോസഫിന്, എല്ലാ ഭർത്താവിനും ഭാര്യയ്ക്കും ഒരു മിഷനുണ്ട്. എന്താ മിഷൻ? മിഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ മിഷനെ കുറിച്ച് കേൾക്കും. നമ്മൾ ചിലപ്പോൾ കേൾക്കും, ആരും അറിയാത്ത ഇടങ്ങളിൽ, യേശുവിനെ ആരും അറിയാത്തിടങ്ങളിൽ സിസ്റ്റേഴ്സ്, അച്ഛന്മാർ മിഷൻ പ്രവർത്തനത്തിന് പോയി നമ്മൾ കേൾക്കും. നമ്മൾ കേൾക്കുമ്പോൾ അവിടെ ഒരു സാഹചര്യവുമില്ല. അവിടെ എല്ലാം പ്രതികൂല സാഹചര്യങ്ങളാണ്. അവിടെ അങ്ങേയറ്റം ബുദ്ധിമുട്ടാണ്. അവിടെ മിഷനുമായിട്ട് പോകുന്നവരെക്കുറിച്ച് നമ്മൾ കേൾക്കും. പ്രിയപ്പെട്ടവരെ, ഒരു ഭർത്താവിന് ഭാര്യയ്ക്ക് മിഷൻ ഉണ്ട്. ജോസഫ് ഹാഡ് എ മിഷൻ. ജോസഫിന് ഒരു മിഷൻ ഉണ്ടായിരുന്നു. എന്താ മിഷൻ? മിഷൻ ജോസഫിനെ ഏൽപ്പിച്ചത് ദൈവമാണ്. മറിയത്തെ സ്വീകരിക്കുക, മറിയത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുക, മറിയത്തെ സംരക്ഷിക്കുക, മറിയത്തിൻ്റെ ഭർത്താവുക. എന്താണ് മിഷൻ? ഇപ്പോൾ നമ്മൾ ഒരു സഭ, ഒരച്ഛനെ ഈശോയെ ഒരിക്കലും അറിയാത്ത ഏതെങ്കിലും ലാറ്റിൻ അമേരിക്ക, ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് അയക്കുമ്പോൾ എന്തിനാണ് ആ അച്ഛൻ പോകുന്നത്? ടു ഗീവ് ഗുഡ് ന്യൂസ്, സുവിശേഷം നൽകുക. ജോസഫിന് ഒരു സുവിശേഷമുണ്ടായിരുന്നു. എന്താ സുവിശേഷം? വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായ മറിയം. ഈ മറിയത്തെ കല്ലെറിയണമെന്നത് നാട്ടുനടപ്പും നിയമവും. എന്നാൽ മറിയത്തെ കണ്ണു നിറയാതെ പൊതിഞ്ഞു പിടിക്കുക എന്നത് ജോസഫ് ചെയ്യേണ്ട സുവിശേഷം. ജോസഫ് ഒരു നല്ല വാർത്തയായി. മറിയം ആകുലപ്പെടുകയാണ്.
ആരെങ്കിലും അറിയുവോ? മറിയം ആകുലപ്പെടുകയാ, എന്നെ കല്ലെറിയുവോ? മറിയം ആകുലപ്പെടുകയാ, എൻ്റെ ജീവിതം അവസാനിക്കുവോ? ഇങ്ങനെ ആകുലപ്പെട്ട് ഒരു പരിഹാരം കിട്ടാതെ അസ്വസ്ഥപ്പെട്ട് നിൽക്കുന്ന മറിയത്തിൻ്റെ മുമ്പിൽ ജോസഫ് എത്തുന്നു. ഞാൻ നോക്കിക്കൊള്ളാം, ഞാനുണ്ടാകും കൂടെ, പേടിക്കണ്ട. കണ്ടോ, ജോസഫ് മറിയത്തിന് നല്ല വാർത്തയാകുന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിത പങ്കാളിയുടെ കുറവിൽ എനിക്കൊരു മിഷൻ ഉണ്ട്. എൻ്റെ ഭർത്താവ് മദ്യപിക്കുന്നൊരു വ്യക്തിയാണ്. എൻ്റെ ഭാര്യയ്ക്ക് ഇന്ന പ്രശ്നമുണ്ട്. എങ്കിൽ നീ മനസ്സിലാക്കുക, നീ എന്ന ഭർത്താവ് മനസ്സിലാക്കുക, യു ഹാവ് എ മിഷൻ. നീ എന്ന ഭാര്യ മനസ്സിലാക്കുക, നിനക്കവിടെ ഒരു മിഷനുണ്ട്. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. ആ മിഷൻ എന്ന് പറഞ്ഞാൽ അത് നീ ആ ഭാര്യയോട് കാണിക്കുന്ന നിന്റെ ഔദാര്യമല്ല, അത് ദൈവം നിന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് മിഷൻ. ദൈവം നീ എന്ന ഭർത്താവിനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് മിഷൻ. ഈ യഹൂദ നിയമപ്രകാരം നമ്മൾ ധ്യാനിച്ചതാണ്, വിവാഹം ഉറപ്പിക്കും, എന്നാൽ പുരുഷനും സ്ത്രീയും കാണണമെന്നില്ല. അത് ഉറപ്പിക്കും, പിന്നെ അവർ കാണുന്നത് 1 വർഷത്തിന് ശേഷമാണ് വിവാഹം. ഇനി അവർ കണ്ട് വിവാഹം ഉറപ്പിച്ചാലും പിന്നെ നീണ്ട 1 വർഷങ്ങൾ അവർ പരസ്പരം കാണാൻ പാടില്ല. പിന്നെ എന്തിനാണ് ഈ 1 വർഷം കഴിയുമ്പോൾ? ഈ 1 വർഷം എന്തിനാ? യഹൂദ നിയമപ്രകാരം എന്താണ് ഈ 1 വർഷം പുരുഷൻ ചെയ്യേണ്ടത്? 2 കാര്യമാണ്. ഒന്ന്, വിവാഹം ഉറപ്പിക്കുന്ന അല്ലെങ്കിൽ വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന പുരുഷൻ ഒന്ന് ഒരു കുടുംബത്തെ നോക്കാനുള്ളൊരു വരുമാന മാർഗം. 2, ആ വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന 1 വർഷത്തെ കാലഘട്ടത്തിൽ, എന്നുവെച്ചാൽ വിവാഹം കഴിയുന്നത് വരെയുള്ള, വിവാഹം നടക്കാൻ പോകുന്നത് വരെയുള്ള ആ 1 വർഷത്തെ കാലഘട്ടത്തിൽ ആ പുരുഷൻ പോയി ഒരു വീട് ഉണ്ടാക്കണം. ടു ബിൽഡ് എ ഹോം ഫോർ ഹിസ് വൈഫ്. അവൻ്റെ ഭാര്യയ്ക്ക് സംരക്ഷണം കൊടുക്കുവാൻ ഒരു വീടുണ്ടാക്കുക. നമ്മൾ യഹൂദ നിയമം പഠിക്കുമ്പോൾ, യഹൂദ നിയമത്തിലൊരു ഭർത്താവിൻ്റെ റോൾ എന്തെന്ന് പഠിക്കുമ്പോൾ അവരാദ്യം പറയുന്നത് ടു ഫൈൻഡ് ഔട്ട് എ ജോബ്. ഭാര്യയെ നോക്കാൻ, ഒരു കുടുംബത്തെ നോക്കാൻ ഒരു ജോലി ഉണ്ടാവുക. 2, വിവാഹം നടക്കുന്നത് വരെയുള്ള ആ 1 വർഷത്തെ കാലയളവിൽ പിന്നെ അവർ താമസിക്കുന്നത് അപ്പൻ്റെ അമ്മയുടെയും കൂടെയല്ല. അപ്പനും അമ്മയും അടുത്ത് താമസിക്കുകയാണെങ്കിലും ഈ ഭർത്താവാകാൻ പോകുന്ന വ്യക്തി ആ ഭാര്യയെ വിവാഹം കഴിച്ച് കൊണ്ടു ചെല്ലുന്നത് അവൻ പണിത വീട്ടിലേക്കാണ്. പ്രിയപ്പെട്ടവരെ, ഉറപ്പായിട്ടും ജോസഫ് അവിടെ വീടുണ്ടാക്കിയിട്ടുണ്ട്. ജോസഫ് സ്വപ്നം കണ്ടുണ്ടാക്കിയൊരു വീടുണ്ട്. വീട് നമുക്കറിയാം ഒരു പ്രൊട്ടക്ഷൻ്റെ ഇടമാണ്. ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വ്യക്തിയായിട്ട് മാറുക. ഇതാണ് ജോസഫിൽ നമ്മൾ കാണുന്നത്. ജോസഫിൻ്റെ ദൗത്യം, മിഷൻ അതാണ്, മറിയത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുക. മറിയം പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുമ്പോഴെല്ലാം, മറിയത്തെ സ്നേഹിക്കുമ്പോഴെല്ലാം അവിടെ ജോസഫ് സ്നേഹിക്കുന്നത് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയെയാണ്. ഇത് മനസ്സിലാക്കുക. എന്നെ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന, ഒരു പക്ഷേ എൻ്റെ ദാമ്പത്യ ജീവിതം ഇങ്ങനെയായല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ എന്നെ ശ്രവിക്കുന്ന ഓരോ ഭർത്താവും ഭാര്യയും മനസ്സിലാക്കുക, ഹിയർ യു ഹാവ് എ മിഷൻ. ഇൻ ദിസ് പ്രോബ്ലം, ഈ പ്രശ്നത്തിൽ നിനക്കൊരു മിഷനുണ്ട്. ജോസഫിനെ പോലെ നിനക്കൊരു മിഷനുണ്ട്. നീ സ്നേഹം കൊടുക്കുന്ന വ്യക്തിയായിട്ട് മാറുക. നീ സംരക്ഷണം കൊടുക്കുന്ന വ്യക്തിയായിട്ട് മാറുക. നീ കെയർ കൊടുക്കുന്ന വ്യക്തിയായിട്ട് മാറുക. ഇത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, 2 യഹൂദ നിയമം പഠിക്കുമ്പോൾ നമ്മൾ ഞെട്ടുന്നൊരു കാര്യമുണ്ട്. എ ഹസ്ബൻഡ് ബിക്കം എ റാൻസം ഫോർ ഹിസ് വൈഫ് ഇഫ് ഷീ ബിക്കം എ ക്യാപ്റ്റീവ്. എന്ന് വെച്ചാൽ, ഒരു ഭാര്യ അടിമയായാൽ, ഏതെങ്കിലും കാരണവശാൽ, ഇപ്പോൾ
രണ്ടുപേരെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്നു. 1 വർഷം കഴിഞ്ഞാണ് വിവാഹം. ഓക്കെ, ഈ 1 വർഷത്തെ കാലയളവിൽ ഈ ഭാര്യ ഏതെങ്കിലും ഒരു കാരണം കൊണ്ട്, ഒരു പക്ഷേ അവളുടെ അപ്പൻ കൊടുക്കാനുണ്ടായിരുന്ന കടം വീട്ടാൻ പറ്റാത്തത് കൊണ്ട് ആ പെൺകുട്ടി ഒരു അടിമയായിട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ, അടിമയാകേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ, അവിടെയാണ് അടുത്ത റോള് വരുന്നത് ഹസ്ബൻഡിൻ്റെ. ടു ബിക്കം റാൻസം, മോചനദ്രവ്യമാവുക എന്ന് വെച്ചാൽ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ആ അടിമത്വം ഏറ്റെടുത്തുകൊണ്ട് ഭാര്യയെ സ്വതന്ത്രമാക്കുക. കണ്ടോ, മോചനദ്രവ്യമാവുക. അതുകൊണ്ട് ഈ സീറോ മലബാർ സഭയുടെ പ്രാർത്ഥനയിൽ മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. തിരുസഭയെ കളങ്കമേൽക്കാത്ത വധുവാക്കി തീർക്കുവാൻ കാൽവരിയിൽ ജീവാർപ്പണം ചെയ്ത കർത്താവേ. സഭ പ്രാർത്ഥിക്കുകയാണ്, തിരുസഭയെ കളങ്കമില്ലാത്ത വധുവാക്കി തീർക്കുവാൻ കാൽവരിയിൽ ജീവാർപ്പണം ചെയ്ത കർത്താവേ. ശ്രദ്ധിക്കണം ആ പ്രാർത്ഥന. എന്തിനാണ് യേശു മോചനദ്രവ്യമായത്? തിരുസഭയെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ. തിരുസഭ യേശുവിൻ്റെ മണവാട്ടിയാണ് എന്ന് പറയുമ്പോൾ യേശുവിനുണ്ടായിരുന്ന മിഷൻ എന്താണ്? യേശുവിനുണ്ടായിരുന്ന ദൗത്യം പരിഹാര ബലിയാവുക, ഈ സഭയെ മോചിപ്പിക്കുവാൻ, മണവാട്ടിയായ സഭയെ വീണ്ടെടുക്കുവാൻ കുരിശിൽ ബലിയാവുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അതാണ് യഹൂദ പാരമ്പര്യം പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നൊരു കാര്യം. അതാണ് ഒരു മോചനദ്രവ്യമാവുക. ഭാര്യ ഒരടിമത്തത്തിലേക്ക് വിൽക്കപ്പെടുകയോ നയിക്കപ്പെടുകയോ ചെയ്താൽ ആ ഭാര്യയ്ക്ക് വേണ്ടി ആ അടിമത്തം ഏറ്റെടുത്തുകൊണ്ട് ബലിയായിക്കൊണ്ട് മോചനദ്രവ്യമാവുക. ശ്രദ്ധിക്കുക, ഇതാണ് സഭ പറയുന്നുണ്ട്, തിരുസഭയെ കളങ്കമേശാത്ത വധുവാക്കി തീർക്കുവാൻ. അതുകൊണ്ട് ഇതൊരു കോൺട്രാക്റ്റ് അല്ല, ഇറ്റ് ഈസ് എ കവനന്റ്, ഉടമ്പടിയാണ്. ആ ഉടമ്പടിയാണ് യേശു പൂർത്തിയാക്കുന്നത്. ഇത് പുതിയ ഉടമ്പടി എന്ന് പറയുക. പുതിയ ഉടമ്പടി എന്താണ്? നിങ്ങൾക്ക് വേണ്ടി മുറിയപ്പെടുന്ന, നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ ശരീരം, എൻ്റെ രക്തം. ഇതാണ് പുതിയ ഉടമ്പടി. ആ ഉടമ്പടിയുടെ മുമ്പിൽ നിന്നാണ് ഒരു കുർബാന എന്ന ഉടമ്പടി. ആ ഉടമ്പടി എന്താ? ഉടമ്പടി യേശു മോചനദ്രവ്യമായി. ആ ഉടമ്പടിയുടെ മുമ്പിൽ നിന്നാണ് ഒരു ദാമ്പത്യം ആരംഭിക്കുന്നത്. സഭ ദാമ്പത്യ ജീവിതത്തെ ഏൽപ്പിക്കുന്ന ഏറ്റവും സുന്ദരമായ മിഷൻ അതുതന്നെയാണ്, ജീവിത പങ്കാളിക്ക് വേണ്ടി മോചനദ്രവ്യമാവുക. ജീവിത പങ്കാളിക്ക് വേണ്ടി മോചനദ്രവ്യമാവുക അല്ലേ? ഏറ്റവും വലിയ, നമ്മൾ പാടാറുണ്ട്, സ്നേഹമെന്ന വാക്കിൻ്റെ അർത്ഥം ജീവിതം കൊണ്ടങ്ങ് പൂർത്തിയാക്കുമ്പോൾ സ്നേഹം മരണമാണ് എന്ന് ഞാൻ അറിയുന്നു. സ്നേഹമെന്ന വാക്കിൻ്റെ അർത്ഥം ജീവിതം കൊണ്ടങ്ങ് പൂർത്തിയാക്കുന്നു. അതാണ് കുരിശിൽ നമ്മൾ കാണുന്നത്. എന്താണ് സ്നേഹം? സ്നേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ വാക്കാണ് മരിക്കുക എന്നത്. പ്രിയപ്പെട്ടവരെ, ദാമ്പത്യ ജീവിതത്തിൽ അതാണ് മിഷൻ. എൻ്റെ ജീവിത പങ്കാളിക്ക് എന്നെ കൊടുത്തുകൊണ്ട് സ്നേഹമാവുക. അതാണ് ജോസഫ് എടുത്ത തീരുമാനം. അതാണ് ജോസഫ് നമ്മളെ പഠിപ്പിക്കുന്നത്. ജോസഫിനൊരു മിഷൻ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ എന്നെ ശ്രവിക്കുന്ന ഭർത്താവ്, ഭാര്യ, ഓർക്കുക, നിങ്ങൾക്കൊരു മിഷനുണ്ട്. 1 കൊറിന്തോസ് 7:14, അവിശ്വാസിയായ ഭർത്താവ് വിശ്വാസിനിയായ ഭാര്യ മുഖേനയും അവിശ്വാസിയായ ഭാര്യ വിശ്വാസിയായ ഭർത്താവ് മുഖേനയും വിശുദ്ധീകരിക്കപ്പെടും. കണ്ടോ? അവിശ്വാസിയായ ഭർത്താവ് വിശ്വാസിയായ ഭാര്യ മുഖേന, അവിശ്വാസിനിയായ ഭാര്യ വിശ്വാസിയായ ഭർത്താവ് മുഖേന വിശുദ്ധീകരിക്കപ്പെടും എന്ന് കൃത്യതയോടെ പഠിപ്പിക്കുകയാണ്. നമ്മൾ സുന്ദരമായ സംഭവം തോബിത്തിൻ്റെ പുസ്തകം
ദൂതൻ തോബിയാസിനോട് പറയുന്നുണ്ട്, നീ സാറയെ വിവാഹം കഴിക്കുക. നിങ്ങൾ 6-ാം അധ്യായം വായിക്കുക. അപ്പോൾ തോബിയാസ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. 6-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വചനം. അപ്പോൾ തോബിയാസ് ദൂതനോട് പറഞ്ഞു, സഹോദരൻ അസ്രിയാസ് ആ പെൺകുട്ടി 7 പേരെ വിവാഹം ചെയ്തു ഇതാണെന്നും അവർ ഓരോരുത്തരും മണവറയിൽ വച്ച് മരിച്ചതാണെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ തോബിയാസിൻ്റെ കൂടെ മാലാഹ കൂടുമ്പോൾ നമ്മൾ ചിന്തിക്കും എന്തോ വലിയ കാര്യത്തിനാണെന്ന്. പക്ഷേ തോബിയാസിനിട്ട് മാലാഹ ഒരു മുട്ടം പണി കൊടുത്തു, സാറയെ കെട്ടുക. സാറ ആ നാട്ടിലെ അന്നത്തെ ഏറ്റവും വലിയ വിവാദ സ്ത്രീയാണ്, ഏറ്റവും വലിയ വിവാദ സ്ത്രീ. കാരണം 7 കല്യാണം കഴിഞ്ഞു, 7 ഭർത്താക്കന്മാരും ഒരു ദിവസം പോലും പൂർത്തിയാക്കാതെ മരിച്ചു. അവിടെയാണ് തോബിയാസിനെ മാലാഹ കൊണ്ടുപോയിട്ട് പറയുന്നത് അവളെ കെട്ടുക. കണ്ടോ, മിഷൻ. 7 പേര് പരാജയപ്പെട്ടെടുത്ത് തോബിയാസിന് ഒരു മിഷനുണ്ട്. പ്രിയപ്പെട്ടവരെ, അവിടെ തോബിയാസ് 7-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ തോബിയാസ് പറയും, ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് ജഡികമായ ആഗ്രഹത്തോടു കൂടിയല്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് ദൈവകരങ്ങളിൽ നിന്നാണ്. തോബിയാസ് ആദ്യം മണവറയിൽ ചെയ്യുന്ന കാര്യം തോബിയാസ് പ്രാർത്ഥിക്കുന്നു എന്ന് വെച്ചാൽ, ഇഫ് ഐ ഹാവ് എ മിഷൻ, എനിക്കൊരു ദൗത്യമുണ്ടെങ്കിൽ ദ പവർ ഈസ് ഓൾവേസ് കംസ് ഫ്രം എബവ്. എനിക്കൊരു മിഷൻ ദൈവം തരുന്നുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കാനുള്ള ശക്തി ഉന്നതങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വിവാഹം കഴിക്കുന്നവരോട്, ജോസഫ് അസ്വസ്ഥപ്പെട്ടപ്പോൾ ജോസഫിനോട് എന്താ ദൈവം പറഞ്ഞത്? ഭയപ്പെടേണ്ട. വിവാഹം കഴിക്കുന്നവരോട് ദൈവം പറയുന്ന ഏറ്റവും നല്ല സുവിശേഷമാണ്, നീ ഭയപ്പെടണ്ട. ഭയപ്പെടണ്ട എന്ന് ബൈബിൾ പറയുന്നിടത്തൊക്കെ ദൈവം ഉറപ്പിക്കുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ട്, ബൈബിളിൽ 365 പ്രാവശ്യം ഭയപ്പെടേണ്ട എന്ന വാക്കുണ്ട്. ഓരോ ദിവസവും എൻ്റെ ജീവിതത്തോട് ദൈവം പറയുക, നീ ഭയപ്പെടണ്ട. ഈ മിഷനിൽ യു ആർ നോട്ട് എലോൺ. ഈ ദൗത്യത്തിൽ നീ ഒറ്റയ്ക്കല്ല, ഈ ദൗത്യത്തിൽ നീ ഒറ്റയ്ക്കല്ല എന്ന് പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ സുവിശേഷം. അതിനാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്നേഹം കൊടുക്കുന്ന, ഞാൻ യേശുവിനെ കൊടുക്കുന്ന വ്യക്തിയായിട്ട് മാറുക. ഒരു പക്ഷേ നീ ജീവിത പങ്കാളിയുടെ കുറവ് കാണുമ്പോൾ നീ മനസ്സിലാക്കണം, അത് കുറ്റപ്പെടുത്തലിൻ്റെ വിഷയമല്ല, അത് പ്രാർത്ഥനയുടെ വിഷയമാണ്. അവിടെയാണ് നിൻ്റെ മിഷൻ, അവിടെയാണ് നീ എന്ന ഭർത്താവിൻ്റെ ഭാര്യയുടെ മിഷൻ, അവിടെയാണ് നീ യേശുവിനെ കൊടുക്കുന്ന വ്യക്തിയാവുക എന്ന മിഷൻ വരുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കുക. ഒരിക്കലും ഒരു പോപ്പ് മിഷൻ ധ്യാനം നടക്കുകയാണ്. പോപ്പ് മിഷൻ ധ്യാനം കഴിഞ്ഞപ്പോൾ ഒരു ഭാര്യ എൻ്റെ അടുത്ത് വന്നു. അവർക്ക് 2 ചെറിയ കുട്ടികളാണ്. അച്ചോ, ഞാൻ 9 ദിവസം അച്ചോ പ്രാർത്ഥിച്ചു എൻ്റെ ഭർത്താവ് ഒന്ന് ധ്യാനം കൂടുവാൻ. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായച്ചോ, പള്ളിയിൽ ഭർത്താവ് വരുന്നില്ല, മദ്യപിക്കുകയൊന്നുമില്ല അച്ചോ, പക്ഷേ ഇതുവരെയും ഞങ്ങളോടൊപ്പം പള്ളിയിൽ വന്നിട്ടില്ല. പള്ളിയുടെ തൊട്ട് മുറ്റത്താച്ചോ വീട്. എന്നിട്ട് പറഞ്ഞു, അച്ചോ, ഈ ധ്യാനത്തിൽ എല്ലാവരും, ഒരിക്കലും പള്ളിയിൽ വരാത്തവർ പോലും വന്നു, എൻ്റെ ഭർത്താവ് മാത്രം വന്നില്ല. ഇനി ഞാൻ എങ്ങനെയാച്ചാ പ്രാർത്ഥിക്കേണ്ടത്? അപ്പോൾ ധ്യാനമൊക്കെ കഴിഞ്ഞ് ഞാൻ ഞങ്ങൾ അച്ഛന്മാർ തിരിച്ചു പോരാൻ നിൽക്കുമ്പോഴാണ് ഈ സഹോദരി വലിയൊരു സങ്കടവുമായിട്ട് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, സഹോദരി എങ്ങനെയാ പള്ളിയിൽ പോകുമോ? അച്ചോ, ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കും, പ്രാർത്ഥിക്കും, ഭക്ഷണം ഉണ്ടാക്കും. 5 വീടിൻ്റെ മുറ്റത്താണ് പള്ളി. മണിയടിക്കുമ്പോൾ എനിക്ക് വന്നാൽ മതി. ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോവും, കുർബാനയ്ക്ക് സ്വീകരിക്കും. എനിക്ക് ഒരു ദിവസം പോലും കുർബാന സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ലച്ചോ. എനിക്ക് വേറെ എന്തിലേലും കുഴപ്പമില്ല, എനിക്ക് കുർബാന സ്വീകരിക്കണം. ഞാൻ ചോദിച്ചു, സഹോദരി, ഒരിക്കലും പള്ളിയിൽ പോകാത്ത, വിവാഹം കഴിഞ്ഞിട്ട് ഇതുവരെ ഒരു കുർബാന സ്വീകരിക്കുന്നത് കാണാത്ത ഒരു ഭർത്താവിൻ്റെ അടുത്ത് എന്തിനായിരിക്കും ഒരു ദിവസം പോലും കുർബാനയില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു ഭാര്യയെ നിർത്തിയിരിക്കുന്നത്? അതിനർത്ഥം നിനക്കൊരു മിഷനുണ്ട്. അപ്പോൾ ഈ സ്ത്രീ എന്നോട് ചോദിച്ചു, ഞാൻ എങ്ങനെയാ ചെയ്യുന്നത്? ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഞാനൊരു വ്യക്തിപരമായ കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് ദാമ്പത്യ ബന്ധം? അച്ചോ, അതിനൊന്നും ഒരു കുഴപ്പമില്ല, ദാമ്പത്യ ബന്ധമൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു,
എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കുന്ന നീ, ആ നീയുമായിട്ട് നിന്റെ ഭർത്താവ് ബന്ധപ്പെടുന്നുണ്ട്. അതേച്ചോ? ഞാൻ പറഞ്ഞു, നമുക്കറിയാം നമ്മൾ യേശുവിനെ സ്വീകരിക്കുമ്പോൾ നമ്മളില്ലാതാകുന്നു, യേശു ജീവിക്കുന്നു. പൗലോസ് എന്താ പറയുന്നത്? ഇനി ഞാനല്ല, യേശു ജീവിക്കുന്നു. അപ്പം നീ ഒരു കാര്യം ചെയ്യേ, എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കുന്ന, ഒരു ദിവസം പോലും കുർബാന മുടങ്ങാതെ പങ്കെടുക്കുന്ന, ഒരു ദിവസം പോലും കുർബാന സ്വീകരിക്കാതെ ജീവിക്കാൻ പറ്റാത്ത നിന്റെ കട്ടിലിൽ നിന്റെ ശരീരത്തോട് ചേർന്ന് ഒരിക്കലും കുർബാന സ്വീകരിക്കാൻ പറ്റാത്ത, കുർബാന സ്വീകരിക്കാൻ ഇഷ്ടമില്ലാത്ത, കുർബാന സ്വീകരിക്കാത്തൊരു ഭർത്താവ് കിടപ്പുണ്ട്. എന്നും കുർബാന സ്വീകരിക്കുന്ന നിന്റെ ശരീരത്തോട് കുർബാനവേ ഇഷ്ടമല്ലാത്ത ഒരു ഭർത്താവ് ബന്ധപ്പെടുന്നുണ്ട്. ഹിയർ യു ഹാവ് എ മിഷൻ. ഇവിടെയാണ് നിനക്കൊരു ദൗത്യമുള്ളത്. നീ നിന്റെ ഭർത്താവോടൊപ്പം കിടക്കുമ്പോൾ നീ വിശ്വസിക്കണം, നീ കുർബാന സ്വീകരിച്ച വ്യക്തിയാ. നീ ഒരു കാര്യം ചെയ്യണം, നീ പ്രാർത്ഥിക്കണം, എൻ്റെ ഉള്ളിലുള്ള ഈശോയെ എൻ്റെ ഭർത്താവിൻ്റെ ഉള്ളിൽ നീ ചെല്ലണമേ. നീ യേശുവിനെ കൊടുക്കുന്ന വ്യക്തിയാവുക. ദാറ്റ് ഈസ് യുവർ മിഷൻ. അതാണ് നിനക്കിവിടെയുള്ള മിഷൻ, അതാണ് നിനക്കുള്ള ദൗത്യം. നീ നിൻ്റെ ഭർത്താവിന് യേശുവിനെ കൊടുക്കുന്ന വ്യക്തിയാവുക. ആ സ്ത്രീ എന്നോട് പറഞ്ഞു, ഫാദർ ഐ വിൽ ട്രൈ, ഞാൻ ശ്രമിക്കാം ഫാദർ, ഞാൻ അങ്ങനെ ചെയ്യാം, ഞാൻ പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ധ്യാനം നടക്കുന്നത് ഒരു മെയ് മാസമാണ്. ഈ മെയ് മാസം കഴിഞ്ഞ് അവസാനം ഞാൻ പോട്ടയിൽ നിന്ന് ഡിവൈനിലേക്ക് മാറുന്നു. ഡിവൈനിലേക്ക് മാറി ജൂൺ 2-ാമത്തെ ആഴ്ച മഴയൊക്കെ തുടങ്ങുന്നു. ആ ആഴ്ച ഒരു ധ്യാനം നടക്കുകയാണ്. ധ്യാനം കഴിഞ്ഞ് ഒരു സഹോദരൻ എന്നെ കാണാൻ വന്നു. വർഗീസ് അച്ഛനാണോ? ഞാൻ പറഞ്ഞു അതെ. അച്ഛനല്ലേ പോട്ടയിൽ ഉണ്ടായിരുന്നത്? ഞാൻ പറഞ്ഞു അതെ. അച്ഛനിപ്പോൾ ഇവിടെയാണോ? ഞാൻ പറഞ്ഞു അതെ. അച്ഛാ, എൻ്റെ ഭാര്യ പറഞ്ഞു അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചേ വരാവുള്ളൂ. ഞാൻ പറഞ്ഞു എവിടെയാണ് വീട്? അച്ഛോ, മെയ് മാസത്തിൽ പോപ്പ് മിഷൻ ധ്യാനം നടന്നത് ഞങ്ങളുടെ ഇടവകയിലാണ്. ഒരു ദിവസം പോലും ഞാൻ ധ്യാനത്തിന് വന്നില്ല. ഞാൻ പള്ളിയിലൊന്നും പോകാറില്ല അച്ഛാ. വളരെ സത്യസന്ധമായിട്ടെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു പിന്നെ ഇപ്പോൾ എൻ്റെ അച്ഛാ, അവിടെ ധ്യാനം കഴിഞ്ഞു, ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും പള്ളിയിൽ പോകണം. ഞാൻ എൻ്റെ ഭാര്യയോട് ഈ അവസ്ഥ പറഞ്ഞു. അവൾ പള്ളിയുടെ ആളാണ്. അപ്പോൾ ഭാര്യ പറഞ്ഞു, ആദ്യം നിങ്ങൾ പോയി ഒരു ധ്യാനം കൂടും, കുമ്പസാരിക്ക്. നീ പറ ഞാൻ എവിടെ പോകണം, നിങ്ങൾ ഇന്ന സ്ഥലത്ത് പോ. അങ്ങനെ ഞാനിവിടെ വന്നതാ അച്ഛാ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇന്ന അച്ഛൻ അവിടെ ഉണ്ടെങ്കിൽ കണ്ടിട്ട് പോരണം. ഞാൻ പറഞ്ഞു ദൈവം അനുഗ്രഹിക്കട്ടെ. അത് കഴിഞ്ഞപ്പോൾ ഈ ഭർത്താവ് എന്നോട് പറയുക, എൻ്റെ അച്ഛാ, എൻ്റെ വിവാഹം കഴിഞ്ഞ് ഞാൻ ഇന്ന് വരെ പള്ളിയിൽ പോയിട്ടില്ല, കുർബാന ചെയ്തിട്ടില്ല, കുമ്പസാരിച്ചിട്ടില്ല. പക്ഷേ എനിക്കറിയില്ല, 2 ആഴ്ചയായിട്ട് എൻ്റെ ഭാര്യ ഇതിന് തന്നെയാണ് പ്രാർത്ഥന. 2 ആഴ്ചയായിട്ട് എനിക്ക് പള്ളിയിൽ പോകണം, ധ്യാനിക്കണം എന്നൊരു ചിന്തയേ ഉള്ളൂ. അതുകൊണ്ട് ഈ മനുഷ്യൻ പറയുക, ഈ ഭർത്താവ് പറഞ്ഞൊരു കാര്യം, എൻ്റെ അച്ഛോ എനിക്കൊരു സംശയമുണ്ട്, അവൾ എന്തോ കൈവശം തന്നിട്ടുണ്ട്. അവളുടെ മിഷൻ ചെയ്തു. അവളുടെ മിഷൻ എന്തായിരുന്നു? അവളുടെ മിഷൻ എന്തായിരുന്നു? പള്ളിയിൽ പോകാത്ത, കൂദാശകൾ സ്വീകരിക്കാത്ത ഒരു ഭർത്താവ്. അവൾ ആരായിരുന്നു? എന്നും കുർബാന സ്വീകരിക്കുന്ന, കൂദാശകൾ സ്വീകരിക്കുന്ന, അങ്ങേയറ്റം ഉള്ളിൽ യേശുവിനോട് ബന്ധമുള്ള ഒരു ഭാര്യ. അവളുടെ മിഷൻ എന്തായി? അവളുടെ മിഷൻ ഇതായിരുന്നു. ആ ഭർത്താവിൻ്റെ കുറവ് അവൾ യേശുവിനെ കൊടുത്തു, അവൾ സ്നേഹം കൊടുത്തു. ഇതാണ് ഓരോ ഭർത്താവിനും ഭാര്യയ്ക്കുമുള്ള മിഷൻ. നിൻ്റെ അടുത്ത് ആ കുറവുള്ള ഭർത്താവുണ്ടെങ്കിൽ, ഭാര്യയുണ്ടെങ്കിൽ, മദ്യപിക്കുന്ന ഭർത്താവുണ്ടെങ്കിൽ, വഴക്കിടുന്ന ഭാര്യയുണ്ടെങ്കിൽ, ഒരു പ്രതിസന്ധി നീ ഭർത്താവിൽ ഭാര്യയിൽ കാണുന്നുണ്ടെങ്കിൽ, അവിടെ നീ മനസ്സിലാക്കുക, നിനക്കൊരു ദൈവികമായ ദൗത്യമുണ്ട്. കർത്താവേ, അത് പൂർത്തിയാക്കുവാൻ എന്നെ കൃപയാൽ നിറയ്ക്കണമേ. നമുക്ക് ഈ ആരാധനയിൽ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.
പതിനായിരങ്ങളിലും സുന്ദരൻ നീ മാത്രമേ, അത്യുന്നതൻ യേശുവേ. ആയിരങ്ങളിലും പതിനായിരങ്ങളിലും സുന്ദരൻ നീ മാത്രമേ, അത്യുന്നതൻ യേശുവേ. വാഴ്ക യേശു രാജാവേ, സൗഖ്യദാതാവേ. എന്നാത്മം ദേഹി ദേഹവും സമ്പൂർണ്ണമായി വാഴ്ക. വാഴ്ക യേശു രാജാവേ, സൗഖ്യദാതാവേ. എന്നാത്മം ദേഹി ദേഹവും സമ്പൂർണ്ണമായി വാഴ്ക. ഞാൻ നിൻ സ്വന്തം, ലോകമോ അന്യം. ചാരുവാനിൻ മാർവിടം എനിക്കെന്നും സ്വന്തമേ. ഞാൻ നിൻ സ്വന്തം, ലോകമോ അന്യം. ചാരുവാൻ നിൻ മാർവിടം എനിക്കെന്നും സ്വന്തമേ. വാഴ്ക യേശു രാജാവേ, സൗഖ്യദാതാവേ. എന്നാത്മം ദേഹി ദേഹവും സമ്പൂർണ്ണമായി വാഴ്ക. വാഴ്ക യേശു രാജാവേ, സൗഖ്യദാതാവേ. എന്നാത്മം ദേഹി ദേഹവും സമ്പൂർണ്ണമായി വാഴ്ക. സമ്പൂർണ്ണമായി വാഴ്ക. സമ്പൂർണ്ണമായി വാഴ്ക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ കൂപ്പി ഈശോയുടെ മുമ്പിലായിരിക്കാം. സങ്കീർത്തനം 146 1 മുതലുള്ള വചനങ്ങളുടെ അഭിഷേകം നമ്മൾ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിനെ സ്തുതിക്കുവിൻ, എൻ്റെ ആത്മാവെ കർത്താവിനെ സ്തുതിക്കുവിൻ. ആയുഷ്കാലമെല്ലാം ഞാൻ കർത്താവിനെ സ്തുതിക്കും. ജീവിതകാലം മുഴുവനും ഞാൻ എൻ്റെ ദൈവത്തിന് കീർത്തനം പാടും. യാക്കോബിൻ്റെ ദൈവം തുണയായിട്ടുള്ളവൻ, തൻ്റെ ദൈവമായ കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്നവൻ ഭാഗ്യവാൻ. അവിടുന്നാണ് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിച്ചത്. അവിടുന്ന് എന്നേക്കും വിശ്വസ്തനാണ്. മർദ്ദിതർക്ക് അവിടുന്ന് നീതി നടത്തിക്കൊടുക്കുന്നു, വിശക്കുന്നവർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. കർത്താവ് ബന്ധിതരെ മോചിപ്പിക്കുന്നു. കർത്താവ് അന്ധരുടെ കണ്ണുകൾ തുറക്കുന്നു. അവിടുന്ന് നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു.
അവിടുന്ന് നീതിമാന്മാരെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തകൻ തൻ്റെ ജീവിതത്തോട് പറയുക, കർത്താവിനെ സ്തുതിക്കുക, കർത്താവിനെ സ്തുതിക്കുക. അവിടുന്ന് നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു. അവിടുന്ന് കരയുന്നവരുടെ കണ്ണുനീര് തുടയ്ക്കുന്നു. അവിടുന്ന് ചിതറിപ്പോയവരെ ഒരുമിച്ച് കൂട്ടുന്നു. അവിടുന്ന് നിസ്സഹായരെ സഹായിക്കുന്നു. നീ എന്തു ചെയ്യണം? നീ കർത്താവിനെ സ്തുതിക്കുക. നീ നിന്റെ നിസ്സഹായതയിൽ നിന്ന് കർത്താവിനെ സ്തുതിക്കുമ്പോൾ, നീ നിന്റെ കണ്ണുനീരിൽ നിന്ന് കർത്താവിനെ സ്തുതിക്കുമ്പോൾ, നീ നിന്റെ ചിതറിപ്പോയ കുടുംബ ബന്ധങ്ങളിൽ നിന്ന് കർത്താവിനെ സ്തുതിക്കുമ്പോൾ, നീ നിന്റെ വഴിയടഞ്ഞ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ നിന്ന് കർത്താവിനെ സ്തുതിക്കുമ്പോൾ, ഇതാ വചനം പറയുന്നു, കർത്താവ് നിന്റെ സഹായത്തിനെത്തുന്നു. കർത്താവ് നിനക്ക് സ്വർഗം തുറന്ന് അനുഗ്രഹങ്ങൾ വർഷിക്കുന്നു. നീ നിന്റെ നിസ്സഹായതയിൽ, നീ നിന്റെ കണ്ണുനീരിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ, നീ നിന്റെ പ്രശ്നങ്ങളുടെ മുമ്പിൽ, വഴിയടഞ്ഞ ജീവിത വഴികളിൽ നീ കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങുക. അവിടെ ദൈവം നിനക്ക് വഴി തുറക്കാൻ തുടങ്ങുന്നു. അവിടെ ദൈവം നിന്റെ സഹായത്തിനെത്തുന്നു. അവിടെ ദൈവം നിന്റെ കണ്ണുനീരൊപ്പുന്നു. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ ഉയർത്തി യേശുവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ അനേകം ഭാരത്തോടെ, അനേകം ദുഃഖത്തോടെ, അനേകം ജീവിത പ്രശ്നങ്ങളോടെ ഇരിക്കുന്ന സകല മക്കളെയും യേശുവെ ഈ ആരാധനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അഴഞ്ഞ വഴികൾ തുറക്കപ്പെടട്ടെ. യേശുവേ, കണ്ണീരടിഞ്ഞ ജീവിതങ്ങളുടെ കണ്ണുനീര് നീ ഒപ്പണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, രോഗികളായി കിടക്കുന്ന മക്കൾ ഈ നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, തകർച്ചയിൽ കിടക്കുന്ന കുടുംബങ്ങൾ ഈ നിമിഷം സ്തുതിക്കുന്നു. യേശുവേ, പ്രശ്നത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ദാമ്പത്യ ജീവിതങ്ങൾ ഈ നിമിഷം നിന്നെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. യേശുവേ, നിന്റെ കൃപയൊഴുകട്ടെ. യേശുവേ, നിന്റെ സൗഖ്യം ഒഴുകട്ടെ. യേശുവേ, എല്ലാ ബന്ധനങ്ങൾ വഴിയട്ടെ. യേശുവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, നിന്റെ വളർത്തുപിതാവിനോട് ചേർന്ന്, നിന്റെ പരിശുദ്ധ അമ്മയോട് ചേർന്ന്, സകല മാലാഖമാരോടും സകല വിശുദ്ധ ഗണത്തോടും ചേർന്ന് യേശുവേ, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു. സ്തുതി എൻ മനമേ, സ്തുതികളിൽ ഉന്നതനേ, നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിൽ ഉന്നതനേ, നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. കഷ്ടങ്ങളേറിടിലും എനിക്കേറ്റം അടുത്ത തുണയാ, കഷ്ടങ്ങളേറിടിലും എനിക്കേറ്റം അടുത്ത തുണയാ, ഘോരവൈരി നടുവിലവൻ മേശ നമുക്കൊരുക്കുമല്ലോ, മേശ നമുക്കൊരുക്കുമല്ലോ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിൽ ഉന്നതനേ, നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. ഭാരത്താൽ വലഞ്ഞിടിലും തീരരോഗത്താൽ അലഞ്ഞിടിലും, ഭാരത്താൽ വലഞ്ഞിടിലും തീരരോഗത്താൽ അലഞ്ഞിടിലും, പിളർന്നിടും ഒരടിപ്പിണരാൻ തന്നിടുന്നു രോഗസൗഖ്യം, തന്നിടുന്നു രോഗസൗഖ്യം. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിൽ ഉന്നതനേ, നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക
യേശുവേ ആരാധന 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 യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്. 1 Corinthians chapter 14 verse 1, 1 കൊറിന്തോസ് 14:1, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. ദാമ്പത്യ ജീവിതം സ്നേഹിക്കുവാനുള്ള വിളിയാണ്. പ്രിയപ്പെട്ടവരെ, ദാമ്പത്യ ജീവിതത്തിൽ നിന്ന ജോസഫിന് ഒരു മിഷൻ, ഒരു ദൗത്യമുണ്ടായിരുന്നു. ഈ ദൗത്യമാണ് സ്നേഹിക്കുക എന്ന ദൗത്യം. ജോസഫിനുണ്ടായിരുന്ന ദൗത്യം സ്നേഹിക്കുക എന്ന ദൗത്യമാണ്. ജോസഫ് ഹാഡ് എ മിഷൻ. ഇറ്റ് വാസ് ടു ലവ്. പ്രിയപ്പെട്ടവരെ, വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായ ഒരു പെൺകുട്ടി, സമൂഹം കല്ലെറിയാൻ വിധിക്കേണ്ട ഒരുവൾ, അവൾ ഭയത്തിലാണ്. സമൂഹം അറിഞ്ഞാൽ എന്തു ചെയ്യും എന്നുള്ളൊരു ഭയത്തിൽ മറിയം നിൽക്കുന്നു. അവൾ ഒരു നാണക്കേടിൻ്റെ വക്കത്താണ്. സമൂഹം അറിഞ്ഞാൽ അവൾക്കുള്ള പേര് നഷ്ടപ്പെടും. അവൾ ഒരുപാട് അസ്വസ്ഥതയുടെ നടുവിലാണ്. ഇതിൻ്റെ ഭാവി എന്താകും? ഇതെങ്ങനെ അവസാനിക്കും? ഞാൻ എങ്ങനെ ലോകത്തോട് പറയും ഇറ്റ് ഈസ് ഫ്രം ഗോഡ്, ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന്? ആര് വിശ്വസിക്കും? ഇങ്ങനൊരു പ്രതിസന്ധിയിൽ മറിയമെന്ന ഒരു പെൺകുട്ടി നിൽക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ദൗത്യവുമായിട്ട് ചെല്ലുന്ന വ്യക്തിയുടെ പേരാണ് ജോസഫ്. ലോകത്തിന് മുമ്പിൽ കല്ലെറിയാൻ വിധിക്കപ്പെടേണ്ടവർ, ലോകത്തിന് മുമ്പിൽ വിവാഹത്തിന് മുമ്പ് ഗർഭം ധരിക്കപ്പെട്ടത് കൊണ്ട് നാണക്കേടിൻ്റെ വക്കത്ത് നിൽക്കേണ്ടവൾ, തൻ്റെ ജീവിതത്തെ നോക്കി ഇത് എങ്ങനെയാകുമെന്ന് ചിന്തിച്ച് അസ്വസ്ഥപ്പെട്ട് നിൽക്കുന്നവൾ, അവളുടെ അടുത്തേക്ക് ദൈവം ജോസഫിനെ അയച്ചിട്ട് പറഞ്ഞു, അവളെ സ്വീകരിക്കുക, അവളെ ചേർത്ത് പിടിക്കുക, അവളെ ആശ്വസിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ജോസഫ് അടുത്തെത്തുമ്പോൾ, ജോസഫ് അവളെ സ്വീകരിക്കാൻ തയ്യാറാകുമ്പോൾ, ജോസഫ്, എനിക്കറിയാം, നിന്നെ എനിക്ക് മനസ്സിലാകും, എന്നോട് ദൂതൻ പറഞ്ഞു ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്, ഇത് രക്ഷകനാണ്, എനിക്ക് മനസ്സിലാകും എന്ന ജോസഫിൻ്റെ ഒരൊറ്റ വാക്കിൽ ഇല്ലാതായത് മറിയത്തിൻ്റെ ഉള്ളിലെ ഭയമാണ്. ഇല്ലാതായത് മറിയത്തിൻ്റെ ഉള്ളിലെ ആകുലതയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാ ദാമ്പത്യ ജീവിതത്തിലും ഓരോ വ്യക്തിക്കും ഒരു ദൗത്യമുണ്ട്. ജീവിത പങ്കാളിയുടെ കുറവിൻ്റെ മുമ്പിൽ സാരമില്ല, ആശ്വാസമാവുക, സ്നേഹം കൊടുക്കുന്ന വ്യക്തിയാവുക. നമുക്ക് കരങ്ങൾ ഹൃദയത്തോട് ചേർക്കുമ്പോൾ, നമ്മുടെ കുടുംബത്തിൽ കുറവുകളുള്ളവരുണ്ട്. ആ കുറവുകളോടുള്ള എൻ്റെ മനോഭാവം എന്താണ്? തൻ്റെ തെറ്റിനെയോർത്ത് ഭയപ്പെട്ട് നിൽക്കുന്നവരുണ്ട്. തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യത്തെ ഓർത്ത്, തൻ്റെ കുറവിനെയോർത്ത് അസ്വസ്ഥപ്പെട്ട് നിൽക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂടെയുള്ളവരുടെ കുറവുകളോട് നമ്മളെടുക്കുന്ന മനോഭാവം എന്താണ്? അതാണ് പൗലോസ്ലീഹ പറയുന്നത്, ഒറ്റ മനോഭാവം ഉണ്ടാകണം, സ്നേഹമായിരിക്കട്ടെ. ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങൾക്കും ഉണ്ടാകണം. സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. പ്രിയപ്പെട്ടവരെ, ഞാൻ സ്നേഹം കൊടുക്കുന്ന വ്യക്തിയായിട്ട് മാറുക. എൻ്റെ കുടുംബത്തിൽ ഒരു കുറവ് ഞാൻ കാണുമ്പോൾ ഞാൻ എന്ത് മനോഭാവം സ്വീകരിക്കുന്നു? എങ്ങനെ ആ കുറവിനെ ഞാൻ ഉൾക്കൊള്ളുന്നു? പ്രിയപ്പെട്ടവരെ, യേശു 12 പേരോടൊപ്പം നടക്കുമ്പോൾ
ആ 12 ഒറ്റുകാരനാണ്. ആ 12 തള്ളിപ്പറയാനുള്ളവനാണ്. ആ 12 കുരിശിൻ്റെ വഴിയിൽ ഒറ്റയ്ക്ക് വിട്ട് ഓടിപ്പോകുന്നവരാണ്. പക്ഷേ ആ 12 പേരെയും നോക്കി അവൻ പറഞ്ഞൊരു വചനമുണ്ട്: പിതാവേ, നീ നൽകിയതാണ്. ഒറ്റുകാരനായ യൂദാസിനെയും തള്ളിപ്പറഞ്ഞ പത്രോസിനെയും കുരിശിൻ്റെ വഴിയിൽ തനിച്ചാക്കി ഓടിയ 11 പേരെയും നോക്കി അവൻ പറഞ്ഞു: പിതാവേ, നീ എനിക്ക് നൽകിയവർ. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഞാൻ വന്നിരിക്കുന്നത്. അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകുവാനും വേണ്ടിയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ യേശുവിനെ സ്വീകരിക്കുന്ന വ്യക്തിയാവുക. യേശുവിനെ സ്വീകരിക്കുന്ന വ്യക്തി യേശുവിനെ കൊടുക്കുന്ന വ്യക്തിയാവുക. നമുക്ക് ഒരു നിമിഷം ഈശോയുടെ മുമ്പിലായിരിക്കാം. ഈശോയുടെ മുമ്പിലായിരിക്കുമ്പോൾ ഈശോ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഈശോ തൻ്റെ വളർത്തുപിതാവിനെ നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. എൻ്റെ വളർത്തുപിതാവ് ഇങ്ങനെയായിരുന്നു. എൻ്റെ അമ്മയെ കല്ലെറിയാൻ ലോകം നിർത്തേണ്ട ഒരു സാഹചര്യത്തിൽ എൻ്റെ അമ്മയെ കണ്ണു നിറയാതെ പൊതിഞ്ഞു പിടിച്ചവൻ എൻ്റെ വളർത്തുപിതാവ്. എൻ്റെ അമ്മയെ നാട്ടുകാർ കുറ്റപ്പെടുത്തുന്ന കണ്ണുകളോടെ വന്നപ്പോൾ എൻ്റെ അമ്മയെ രാജ്ഞിയെപ്പോലെ സൂക്ഷിച്ചവൻ എൻ്റെ അപ്പൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കുക, ആ കുടുംബത്തിലാണ് യേശു എന്ന രക്ഷകൻ വന്നത്. കുറവുകളിൽ സ്നേഹം കൊടുക്കാൻ തയ്യാറായപ്പോൾ, കല്ലെറിയുവാൻ സാധ്യതയുണ്ടായിട്ടും കണ്ണു നിറയാതെ പൊതിഞ്ഞു പിടിച്ചപ്പോൾ, ആ കുടുംബത്തിൻ്റെ മേലാണ് ദൈവം രക്ഷകനെ കൊണ്ടുവന്ന് നിർത്തിയത്. നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ രക്ഷ വരണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ: നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ കുറവുകളിൽ നമ്മൾ സ്നേഹം കൊടുക്കുന്ന വ്യക്തിയാവുക, നമ്മൾ ക്ഷമ കൊടുക്കുന്ന വ്യക്തിയാവുക, നമ്മൾ സന്തോഷം കൊടുക്കുന്ന വ്യക്തിയാവുക. എൻ്റെ കൂടപ്പിറപ്പിൻ്റെ, എൻ്റെ ജീവിത പങ്കാളിയുടെ, എൻ്റെ മക്കളുടെ, എൻ്റെ മാതാപിതാക്കളുടെ ജീവിതത്തിൽ ഞാൻ കുറവ് കാണുന്നുണ്ട്. വിശുദ്ധ യൗസേപ്പ് പിതാവ് മറിയത്തിൽ കണ്ടതുപോലെ ഞാനും കുറവുകൾ കാണുന്നുണ്ട്. പക്ഷേ ആ കുറവുകളോടുള്ള എൻ്റെ മനോഭാവം എന്താണ്? ഈശോയെ സ്നേഹിക്കുവാൻ, യേശുവെ കൊടുക്കുവാൻ കൃപ നൽകണമേ. സ്നേഹം കൊടുക്കുന്ന വ്യക്തിയായി, ക്ഷമ കൊടുക്കുന്ന വ്യക്തിയായി എന്നെ മാറ്റണേ. നമ്മളുടെ കുടുംബത്തിലെ ഓരോ വ്യക്തികളെയും നമുക്ക് ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ. 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 കരങ്ങൾ ഹൃദയത്തോട് ചേർക്കുമ്പോൾ ഇത് മാത്രമാണ് പ്രാർത്ഥന. ദൈവമേ, നീ സ്നേഹമാണ്. ആ സ്നേഹം നീ എൻ്റെ ഉള്ളിൽ നിറയ്ക്കണമേ. യേശുവേ, എൻ്റെ പ്രിയപ്പെട്ടവരുടെ കുറവുകളിൽ ഞാൻ ദേഷ്യപ്പെട്ടു പോകുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരുടെ കുറവുകളുടെ മുമ്പിൽ ഞാൻ കോപിച്ചു പോകുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരുടെ കുറവുകളുടെ മുമ്പിൽ ഞാൻ കലഹിച്ചു നിൽക്കുന്നുണ്ട്. യേശുവേ, ഞാൻ തിരിച്ചറിയുന്നു, കലഹം, കോപം, കുറ്റപ്പെടുത്തൽ ഇതെല്ലാം സ്നേഹത്തിനെതിരാണ്. സ്നേഹത്തിനെതിരായതെല്ലാം ദൈവത്തിനെതിരാണ്. കാരണം ദൈവം സ്നേഹമാണ്. അതിനാൽ ദൈവത്തിനെതിരായ എല്ലാ കാര്യങ്ങളെയും മാറ്റി ദൈവസ്നേഹത്തിൻ്റെ കൃപ എൻ്റെ ഉള്ളിൽ നിറയ്ക്കണമേ. ഒരിക്കൽ കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ. യേശുവേ, ഞാൻ തിരിച്ചറിയുന്നു
എൻ്റെ ജീവിത പങ്കാളിയുടെ, എൻ്റെ പ്രിയപ്പെട്ടവരുടെ, എൻ്റെ സഹോദരങ്ങളുടെ, എൻ്റെ അയൽപക്കക്കാരുടെ കുറവുകളുടെ മുമ്പിൽ ഞാനൊരു ശുശ്രൂഷകനാണ്, ഞാനൊരു പ്രേക്ഷിത പ്രവർത്തകനാണ്, ഞാനൊരു മിഷണറിയാണ്. എനിക്കൊരു മിഷനുണ്ട്, എനിക്കൊരു ദൗത്യമുണ്ട്. ഞാനവിടെ സുവിശേഷം കൊടുക്കുക. ഇതാ കല്ലെറിയാൻ വിധിക്കപ്പെട്ടവളുടെ മുമ്പിൽ സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറിയത്തിന് സുവിശേഷമായ വിശുദ്ധ ഔസേപ്പിതാവിനെ പോലെ, ഈശോയെ, ഞങ്ങൾക്കൊരു ദൗത്യമുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കുറവുകളുടെ മുമ്പിൽ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വേദനകളുടെ മുമ്പിൽ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പരാജയങ്ങളുടെ മുമ്പിൽ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ തെറ്റുകളുടെ മുമ്പിൽ സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അതൊക്കെ പതിവല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ സുവിശേഷമാകാൻ, സ്നേഹം കൊടുക്കാൻ ഞങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹം നിറയ്ക്കണമേ. ഒരിക്കൽ കൂടി നമ്മുടെ ഹൃദയത്തെ ദൈവസ്നേഹത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ച് പാടി പ്രാർത്ഥിക്കാം. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ. പ്രിയപ്പെട്ടവരെ, ഇതാ എൻ്റെ കൂടെയുള്ളവരുടെ, എൻ്റെ ഒപ്പം ജീവിക്കുന്നവരുടെ, എൻ്റെ സമൂഹത്തിലുള്ളവരുടെ, എൻ്റെ അയൽപക്കത്തുള്ളവരുടെ കുറവുകൾ കുറ്റപ്പെടുത്തലിൻ്റെ വിഷയമല്ല, മാറ്റി നിർത്തലിൻ്റെ വിഷയമല്ല. എൻ്റെ കൂടെയുള്ളവരുടെ, എൻ്റെ ജീവിത പങ്കാളിയുടെ, എൻ്റെ അയൽപക്കത്തുള്ളവരുടെ, എൻ്റെ സഹോദരങ്ങളുടെ, എൻ്റെ പ്രിയപ്പെട്ടവരുടെ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ളവരുടെ കുറവുകൾ പ്രാർത്ഥനയുടെ വിഷയമാകണം എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈശോയെ, എൻ്റെ പ്രിയപ്പെട്ടവരിൽ ഞാൻ കാണുന്ന കുറവുകൾ, എൻ്റെ പ്രിയപ്പെട്ടവരിൽ ഞാൻ കാണുന്ന പോരായ്മകൾ, എൻ്റെ പ്രിയപ്പെട്ടവരിൽ എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, അതെല്ലാം ഇപ്പോൾ ഞാൻ യേശുവേ ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വയ്ക്കുന്നു. ഒരു പക്ഷേ എൻ്റെ ജീവിത പങ്കാളിയുടെ ഈ കുറവിനെക്കുറിച്ച് ഞാൻ പരാതിപ്പെടുന്നൊരു ഭർത്താവാണ്, ഞാൻ പരാതിപ്പെടുന്നൊരു ഭാര്യയാണ്. എൻ്റെ മക്കളുടെ ഈ കുറവിനെക്കുറിച്ച് ഞാൻ പരാതി പറയുന്ന ഒരു മാതാവാണ്, ഒരു പിതാവാണ്. എൻ്റെ സഹോദരങ്ങളുടെ ഈ കുറവിനെക്കുറിച്ച് ഞാൻ പരാതി പറയുന്നൊരു വ്യക്തിയാണ്. എൻ്റെ കൂടെയുള്ളവരുടെ ഈ കുറവിനെക്കുറിച്ച് പരാതിപ്പെടുകയും മറ്റുള്ളവരോട് സംസാരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ. ഈശോയെ, ഇപ്പോൾ ആ കുറവുകളെല്ലാം എൻ്റെ ജീവിത പങ്കാളിയുടെ, എൻ്റെ മക്കളുടെ, എൻ്റെ സഹോദരങ്ങളുടെ, എൻ്റെ പ്രിയപ്പെട്ടവരുടെ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ളവരുടെ കുറവുകളെല്ലാം ഞാനിപ്പോൾ യേശുവേ നിന്റെ വിശുദ്ധ കുർബാനയോട് ചേർത്ത് വെച്ച് അതെല്ലാം നീ സ്നേഹം നിറച്ച് സൗഖ്യമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ. ഒരു നിമിഷം നമ്മുടെ കുടുംബത്തിലെ ഓരോ വ്യക്തികളെയും നമുക്ക് വിശുദ്ധ കുർബാനയോട് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ കുടുംബത്തിലെ ഓരോ വ്യക്തിയുടെയും മേൽ കൃപയിറങ്ങാൻ, നമ്മുടെ കുടുംബത്തിലെ ഓരോ വ്യക്തികളെയും വിശുദ്ധ ഔസേപ്പിതാവ് വഴി ഈശോയുടെ വിശുദ്ധ കുർബാനയോട് ചേർത്ത് വയ്ക്കാം. അവരെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ആശീർവാദന നിമിഷം നമ്മുടെ പ്രിയപ്പെട്ടവരെവിടെയെല്ലാമാണോ അവിടെയെല്ലാം ആശീർവാദം ഇറങ്ങുവാൻ ആഗ്രഹിച്ച് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ. 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 അനുദിനവും വളരേണമേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും
അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. വിശുദ്ധ യൗസേപ്പിതാവിനോടുള്ള സമർപ്പണ പ്രാർത്ഥന നമുക്ക് നമ്മുടെ കുടുംബങ്ങളെയും കുടുംബത്തിൻ്റെ പ്രാർത്ഥനകളെയും വിശുദ്ധ ഔസേപ്പിതാവിന് സമർപ്പിച്ച് തുടർന്നു വരുന്ന പ്രാർത്ഥനയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിൻ്റെ വിശ്വസ്ത പുത്രനും ദൈവകുമാരനെ വളർത്തുവാൻ ഭരമേൽപ്പിക്കപ്പെട്ടവനുമായ വിശുദ്ധ യൗസേപ്പിതാവേ, ദൈവസ്നേഹവും വിശുദ്ധിയും കരുണയും നിറഞ്ഞു നിന്ന അങ്ങയെയാണല്ലോ തിരുക്കുടുംബത്തിൻ്റെ പരിപാലകനായി ദൈവം നിശ്ചയിച്ചത്. വിശുദ്ധ യൗസേപ്പിതാവേ, ഞങ്ങളും ദൈവസ്നേഹത്തിലും വിശുദ്ധിയിലും കരുണയിലും വളരുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഓരോ നിമിഷവും ദൈവഹിതം അന്വേഷിക്കുകയും ദൈവഹിതത്തിന് വിധേയപ്പെടുകയും ചെയ്ത വിശുദ്ധ യൗസേപ്പിതാവേ, അനുദിന ജീവിതത്തിൽ ദൈവഹിതം അന്വേഷിക്കുവാൻ, അതിന് വിധേയപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ യൗസേപ്പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും അങ്ങ് വഴി ഈശോയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ അപേക്ഷകൾ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഈശോയിൽ നിന്ന് ഈ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. ആമേൻ.